ദേശീയ സംസ്ഥാന പാർട്ടികളുടെ പുതുക്കിയ പട്ടികയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാജ്യത്ത് ഇനി 6 ദേശീയ പാർട്ടികളും 67 സംസ്ഥാന പാർട്ടികളുമാണ് ഉള്ളത്. 6 വർഷം തുടർച്ചയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന വ്യവസ്ഥയും രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങളും പാലിക്കാത്ത 334 പാർട്ടികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. 1951 ജനപ്രാതിനിധ്യ നിയമം 29A പ്രകാരമാണ് രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നത്. നിയമപ്രകാരമുള്ള വ്യവസ്ഥകൾ പാലിച്ച് ഇനി മുതൽ രാജ്യത്താകെ 6 ദേശീയ പാർട്ടികൾ, 67 സംസ്ഥാന പാർട്ടികൾ, രജിസ്റ്റർ ചെയ്യപ്പെട്ട 2520 പ്രാദേശിക കുഞ്ഞൻ പാർട്ടികൾ വേറെയും. BJP, കോൺഗ്രസ്, CPIM, ആം ആദ്മി പാർട്ടി, നാഷണൽ പീപ്പിൾസ് പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി എന്നിവയാണ് രാജ്യത്തെ അംഗീകൃത ദേശീയ പാർട്ടികൾ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 67 പാർട്ടികൾ സംസ്ഥാന പാർട്ടികളുടെ ലിസ്റ്റിലുണ്ട്. CPI, കേരള കോൺഗ്രസ് EM, മുസ്ലിം ലീഗ്, RSP എന്നിവരെല്ലാം സംസ്ഥാന പാർട്ടി പട്ടികയിലുണ്ട്. DMK, ജനതാദൾ, RJD, ശിവസേന, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന പാർട്ടി പട്ടികയിൽ ഇടം പിടിച്ചു. ആകെ 2854 പ്രാദേശിക പാർട്ടികളാണ് ജനപ്രാതിനിധ്യ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിലിനി അവശേഷിക്കുന്നത് 2520 എണ്ണം. അതായത് 334 പാർട്ടികൾക്ക് അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു. 6 വർഷം തുടർച്ചയായി ഒരു തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാതിരുന്നതിനാലാണ് നടപടി. രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രാദേശിക പാർട്ടികൾ സമർപ്പിക്കേണ്ട വിശദാംശങ്ങൾ സമർപ്പിക്കാത്തവയും ഒഴിവാക്കിയ 334 പാർട്ടികളിലുണ്ട്. RSP-B അടക്കമുള്ള പാർട്ടികൾക്ക് ഇത്തരത്തിൽ പദവി നഷ്ടമായി. സംസ്ഥാന തലത്തിൽ ചീഫ് ഇലക്ടറൽ ഓഫീസർമാർ നൽകിയ നോട്ടീസിന് ഈ പാർട്ടികൾ കൃത്യമായ മറുപടിയോ വിശദീകരണമോ നൽകിയിരുന്നില്ല. പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പാർട്ടികൾക്ക് അപ്പീൽ നൽകാൻ 30 ദിവസത്തെ സമയപരിധിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.